ആലപ്പുഴ കലവൂർ കോർത്തുശ്ശേരിയിൽ കൊല്ലപ്പെട്ട സുഭദ്രയുടേത് അതിക്രൂരമായ കൊലപാതകം. വാരിയെല്ലുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. കഴുത്ത്, കൈ എന്നിവയും ഒടിഞ്ഞിട്ടുണ്ട്. കൊലപാതക ശേഷം കൈ ഒടിച്ചുവെന്നാണ് നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. ഇടത് കൈ ഒടിച്ച് പിന്നിലേക്ക് വലിച്ചു കെട്ടിയ നിലയിലായിരുന്നു സുഭദ്രയുടെ മൃതദേഹം. കൊലയ്ക്ക് ശേഷം ഒളിവിൽ പോയ മാത്യൂസ്, ശർമിള ദമ്പതിമാർക്കായി പോലീസ് അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ആലപ്പുഴ കലവൂരിൽ വയോധിക കൊല്ലപ്പെട്ട സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സുഭദ്രയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. അതായത് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ മൃതദേഹത്തിന്റെ കഴുത്ത് ഒടിഞ്ഞ നിലയിലായിരുന്നു. വാരിയെല്ലുകൾ, രണ്ട് ഭാഗത്തെയും ശരീരത്തിന്റെ വാരിയെല്ലുകൾ പൂർണ്ണമായി തകർന്നിട്ടുണ്ടായിരുന്നു. കഴുത്ത് ഞെരിക്കുകയും ഒപ്പം തന്നെ കഴുത്തിന്റെ കാറ്റ്ലേജ് അടക്കമുള്ള, അതായത് തൈറോയ്ഡ് കാറ്റ്ലേജ്, സ്തരണാസ്ഥികൾ തകർന്ന നിലയിലുമായിരുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ കൈയുടെ ഇടത് കൈ ഒടിഞ്ഞ നിലയിലായിരുന്നു. ഒടിഞ്ഞ കൈ പിന്നോട്ട് കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം എന്നുള്ളതാണ്. മറ്റ് പരിക്കുകളെല്ലാം തന്നെ, അതായത് വാരിയലുകൾ തകർന്നതും കഴുത്തൊടിഞ്ഞതുമൊക്കെ ജീവനോടെ ഇരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അത്തരം മുറിവുകൾ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ നിഗമനം. മാത്യുവിന്റെ കുടുംബവും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അതായത് ഷർമിളയും മാത്യുവും മദ്യപാനത്തിന് അടിമകളായിരുന്നു എന്നുള്ളതാണ് വ്യക്തമായി. മദ്യത്തിന് ഇവർ അടിമകളായിരുന്നു. എല്ലാ ദിവസവും മദ്യപിക്കുന്ന ആളുകളായിരുന്നു ഷർമിളയും മാത്യുവും എന്നുള്ളതാണ്. ഷർമിള മദ്യപിച്ചു കഴിഞ്ഞാൽ ഷർമിളയുടെ അടുത്തേക്ക് വരാൻ പോലും ഭയം തോന്നുന്ന രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു. അക്രമാസക്തയാകുന്ന ആളാണ് ഷർമിള എന്നും മാത്യുവിന്റെ കുടുംബം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ സുഭദ്രയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരാണ് മാത്യുവും ഷർമിളയും എന്നുള്ള കാര്യവും അവർ പറയുന്നുണ്ട്. ഇവിടെ ഒരുപാട് പേരെയൊക്കെ പറയും എന്നെയൊക്കെ ഒരു ആക്രമിക്കൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഓടിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് രാത്രി ഇവിടെ ഷർമിള ആക്രമിക്കാൻ വന്നിട്ടുണ്ട്. ഷർമിളയെ മദ്യപിച്ച് കിടന്നെന്നാ എനിക്ക് ഞങ്ങൾക്ക് കിടക്കുന്നുറങ്ങാൻ നമ്മൾ വീട്ടിൽ നമുക്ക് നമ്മുടെ കുടുംബത്ത് പോകാന്നൊക്കെ ഞാൻ പറഞ്ഞു. പറഞ്ഞു കുഴപ്പമില്ല, ഞാനുണ്ടല്ലോ. വീട്ടിലിരുന്നാണോ മദ്യപിക്കുന്നത് രണ്ടുപേരും? മദ്യപിക്കാൻ വീട്ടിൽ നിന്ന് മദ്യപിക്കും. പിന്നെ ഈ പറഞ്ഞ കഴിഞ്ഞോളുടെ വീട്ടിലാണ് മദ്യപിക്കുന്നത്. ഈ വാടക വീട്ടിൽ ഇടക്കിടക്ക് മാത്രമേ ചെല്ലാറുള്ളൂ എന്നാണല്ലോ. നമുക്കറിയത്തില്ല. നമുക്ക് ഇവിടെ ഉള്ളത് നമുക്കറിയാം. വാടക കൊലപാതകം 7 or 8 തീയതികളിൽ നടന്നിട്ടുണ്ട് എന്നുള്ള ഈ 2 തീയതികളിൽ ഏതെങ്കിലും ഒന്നിലാകും കൊലപാതകം നടന്നിട്ടുള്ളത് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. ഇവർക്ക് വേണ്ടി, അതായത് പ്രതികൾ അന്യ സംസ്ഥാനത്താണ് എന്നുള്ള വിവരമാണ് പോലീസിൽ ലഭ്യമായിട്ടുള്ളത്. അന്വേഷണ സംഘം അവർക്ക് പിന്നാലെ തന്നെയുണ്ട്. വേളാങ്കണ്ണിയിലും ഒപ്പം തന്നെ ഉടുപ്പിയിലുമായി 2 ടീമുകളായി തിരിഞ്ഞാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസിന്റെ കീഴിലുള്ള 2 സംഘങ്ങൾ, കടവന്ത്രയിലെ പോലീസും ഇവർക്കായുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. വേളാങ്കണ്ണിയും തമിഴ്നാടും അതുപോലെ തന്നെ ഉടുപ്പിയും കേന്ദ്രീകരിച്ച്, കർണാടകയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത്. പ്രധാനമായും ഇവർ ഈ പണം, അതായത് സുഭദ്രയുടെ കവർച്ചയുടെ ഭാഗമായാണ് സുഭദ്രയെ കൊലപ്പെടുത്തിയത് എന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്വർണം പലയിടങ്ങളിലായി വിറ്റിട്ടുണ്ട് എന്നുള്ള വിവരം ലഭ്യമായിട്ടുണ്ട്. പ്രതികളെ എത്രയും പെട്ടെന്ന് പിടിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയാണ് അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സുഭദ്രയുടെ മക്കൾ ആലപ്പുഴയിലെത്തി മൃതദേഹം ഏറ്റുവാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. എന്തായാലും ക്രൂരമായ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും വിവരങ്ങളുമാണ് സുഭദ്ര എന്ന വയോധികയായ 73-കാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.